25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശിക്ക് ശരത് എസ് നായരാണ് ഭാഗ്യശാലി. എറണാകുളം നെട്ടൂരിൽ നിന്നാണ് ശരത്ത് ടിക്കറ്റ് എടുത്തത്. നെട്ടൂരിൽ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ശരത്തിന്റെ തുറവൂരിലെ വീട്ടിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം കാത്തിരുന്ന ഭാഗ്യശാലി ഒടുവിൽ ഇതാ വെളിച്ചത്തേക്ക് വന്നിരിക്കുകയാണ്. പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ ആ സംശയങ്ങളെല്ലാം മാറ്റി ആലപ്പുഴയിലാണ് ആ കോടിപതി ഉള്ളത്. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് എസ് നായർ. ഇപ്പോൾ നമ്മൾ ഉള്ളത് ശരത്തിൻ്റെ വീട്ടിലാണ്. കുടുംബമെല്ലാം വലിയ സന്തോഷത്തിലാണ്. എന്തായാലും അച്ഛനും അമ്മയും ഭാര്യയും ശരത്തിൻ്റെ കുഞ്ഞു കുട്ടിയുമാണ് വീട്ടിലുള്ളത്. അച്ഛാ, എന്ത് തോന്നുന്നു ഇപ്പോൾ? ഹാപ്പിയായി? അമ്മേ, എന്തായി? സന്തോഷം തോന്നുന്നു മോനെ, നല്ല സന്തോഷം തോന്നുന്നു. എൻ്റെ മകന് ആ ഒരു ഭാഗ്യവിശരം കൊടുത്തതിൽ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുന്നു. നേരത്തെ പറഞ്ഞിരുന്നോ വിവരം? അവന് നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയായിരുന്നു ഇപ്പോഴത്തില്ലേ. അന്ന് വന്നപ്പോൾ പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് നമുക്കാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. സംശയമാണ് പറഞ്ഞത്. ഉറപ്പുണ്ടെങ്കിലും ഒരു സംശയത്തിലാണ് പറഞ്ഞത്. ഭാഗ്യം ഈശ്വരൻ ഏതായാലും ഞങ്ങളെ തുണച്ചു, അത് പറഞ്ഞാൽ മതി. പുതിയ വീടൊക്കെ വെച്ച് 4 വർഷമായി തോന്നല്ലേ? അതെ, 4 വർഷമായി. അതിൻ്റെ ഇച്ചിരി കടമൊക്കെ അവനുണ്ട്. ഒരു കുഞ്ഞു കുട്ടി കൂടിയുണ്ട്. ഒരു കുട്ടിയും കൂടിയുണ്ട്. അവന് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പം മോൻ കൊണ്ടുവന്ന ഭാഗ്യമാണെന്ന് കരുതുന്നു. എൻ്റെ കുഞ്ഞു കൊണ്ടുവന്ന ഭാഗ്യം തന്നെയാണത്. ആഗ്നേയകൃഷ്ണൻ. ഇപ്പം ശരത്തിന്റെ വൈഫ് കൂടിയുണ്ട്. പേരെന്താ? അപർണ. നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ എങ്ങനെയാണ് ഭാഗ്യം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, കൺഫേം ആയില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. 25 കോടി കൊണ്ടെന്നുള്ള അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ദൈവം തരുന്നത്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരുപാട് കടബാധകളൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടോ? കടബാധയൊക്കെ ഉണ്ട്, വീട് പണിതതിൻ്റെയൊക്കെ കടമുണ്ട്. അതെല്ലാം ഒരു പരിഹാരമാവുകയാണ്. അതുപോലെ തന്നെ കാണിച്ചു തന്നു. ഇനിയിപ്പോ ആളുകൾ ഒരുപാട് തെരഞ്ഞു വരുമല്ലോ, അതിലൊരു ആശങ്കയുണ്ടോ? അതിൽ ആശങ്ക ഇല്ലാതെ ഇല്ല. പിന്നെ അവനാ കഴിയാവുന്നതൊക്കെ അവൻ ആർക്കാണേലും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അച്ഛന് വയ്യാതിരിക്കാണല്ലേ? അതെ അതെ. സ്റ്റോക്ക് വന്നാന്ന്? അതെ. പുറത്തോട്ട് അങ്ങനെ പോകാറൊന്നുമില്ല, റോഡ് വരെയൊക്കെ ഒന്ന് പതുക്കെ നടക്കും, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താണ് ഭാവി പ്ലാൻ? എന്താണ്? അത് എല്ലാരും കൂടി ഇരുന്നൊന്ന് ചർച്ച ചെയ്യാതെ പറ്റൂലല്ലോ. ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്, അവർ 2 പേരുമാണ് അവിടെ ബാങ്കിൽ നിൽക്കുന്നത്. മൂത്തവനാണ് ഭാഗ്യം വെച്ചത്. കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ വിളിച്ചു തുടങ്ങി? വിളിക്കുന്നുണ്ട് ഓരോരുത്തർ. എല്ലാവർക്കും സന്തോഷമായി. 24 ആശംസ കൂടി അറിയിക്കും. അതെ. എന്തായാലും ഇതാണ് തീർത്തും അപ്രതീക്ഷിതമാണ്. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ വലിയ വാർത്തകളൊക്കെ വരുമ്പോഴെല്ലാം ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, എങ്കിലും അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. 25 കോടി കയ്യിലേക്ക് കിട്ടുന്നു. ഇനിയിപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് മുന്നിലുള്ള കാര്യം. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പ്രാദേശിക വാർത്തകൾ തുടരും, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി തിരികെ എത്തുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം തന്നെ ലോട്ടറി ജേതാവായ ഈ ബമ്പറിന്റെ ഭാഗ്യശാലി ശരത്ത് അശ്വിനൊപ്പം തന്നെ തത്സമയം ചേരുകയാണ്. അശ്വിൻ, മുമ്പ് ബാങ്കിൽ വെച്ച് ആൻമരിയൊക്കൊപ്പം നമ്മൾ ശരത്തിനെ കണ്ടിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് സുരക്ഷിതമായ ലോട്ടറി ഒക്കെ ഏൽപ്പിച്ച ശേഷം. ഇനി നമ്മൾ മുമ്പ് ചോദിച്ചതുപോലെ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടും അത്ര എക്സൈറ്റ്മെന്റിൽ പുറത്ത് പ്രകടിപ്പിക്കാതെ ഇന്ന് രാവിലെ ജോലിക്ക് ചെന്ന് അവിടെ നിന്ന് ലീവ് എടുത്ത് പോരുന്ന സമയത്ത് പോലും അവരോട് പോലും പറഞ്ഞില്ല എന്നതാണ്. അങ്ങേയറ്റ സംയമനമുള്ള ഒരു മനുഷ്യരാണ് ശരത്ത്. എങ്ങനെ ഇതിങ്ങനെ മനസ്സിൽ ഒതുക്കി, ഈ ഒരു ആകാംക്ഷയും എക്സൈറ്റ്മെന്റും ഒക്കെ എങ്ങനെ ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതൊരു വലിയ മനഃശക്തി തന്നെയാണ്. അത് ശരത്തിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇത് അവിടുന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ആരോടും പറയാതെ ഇങ്ങനെ ഒതുക്കി നിന്നതെന്നുള്ളതാണ്? ഒതുക്കി നിന്നതെന്നല്ല, നമ്മളത് കറക്റ്റായിട്ട് കൺഫർമേഷൻ കാര്യങ്ങളൊന്നും ചെയ്തതിന് ശേഷം പറയാമെന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതിൻ്റെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ആദ്യം അടിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടലാണോ, അത് എന്തുണ്ടായി? വളരെ ആദ്യമൊരു സന്തോഷം. നമുക്ക് എന്ത് കാര്യവും അങ്ങനെയാണല്ലോ, പോസിറ്റീവായ കാര്യം സംഭവിക്കുമ്പോൾ സന്തോഷമാണല്ലോ. അവർ കൂട്ടം വെച്ച് വളരെ കൂളായിട്ട് സംസാരിക്കുന്നത്, വളരെ സന്തോഷം. അതുപോലെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു 6 മാസമുള്ള കുട്ടിയുണ്ട്. അപ്പം കുട്ടി കൊണ്ടുവന്ന ഒരു ഭാഗ്യമായാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്, വളരെ സന്തോഷം.
വീടിൻ്റെ ചെറിയ പൈസയൊക്കെ കൊടുക്കാനുണ്ടല്ലേ, കടം ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീട് വെച്ചതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോണൊക്കെ എല്ലാം അടയ്ക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാന്നുള്ളൊരു അതുപോലെ തന്നെ ഈ പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്, അനുഭവങ്ങൾ പലരുടെയും ഉണ്ട്. ഉണ്ട് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. തീർച്ചയായിട്ടും വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം ടാക്സ് കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ഫ്യൂച്ചറിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കണമല്ലോ ഒരു കാര്യത്തിൽ. വളരെ ആലോചിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇന്നലെ വരെ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു, ഇന്ന് പോയില്ല. ജോലി ഉപേക്ഷിക്കാനുള്ള പ്ലാനാണ്? ഇല്ല, ജോലി ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല. ഇനി നാളെ മുതൽ പെയിന്റ് കടയിലും ഞാൻ ജോലിക്ക് പോയിട്ടാണ് വന്നത്. ഞാൻ രാവിലെ അവിടെ പോയി കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് എല്ലാവരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് മാത്രം പറഞ്ഞില്ല, ലോട്ടറി അടിച്ച് മാത്രം പറഞ്ഞു. അടിച്ചാൽ ഇത് കറക്റ്റ് കൺഫർമേഷൻ ബാങ്കിൻ്റെ. തീർച്ചയായും അശ്വിൻ ഏതായാലും അപാരമായ മനക്കെട്ടിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ പുറത്ത് ഇടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായത്. ഇപ്പോൾ ഈ ശരത്തിനൊപ്പം അല്ലെങ്കിൽ ശരത്തിൻ്റെ സമാന കമ്പനിയിൽ പെയിന്റ് കമ്പനി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പം ഞെട്ടലിലാണ്. അവരുടെ ചില പ്രതികരണം നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ചില സഹപ്രവർത്തകർക്ക് അടുത്തും വന്നു. ഇവരെല്ലാവരും ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് ശരത്തിന് ഇങ്ങനെ ഒരു ഭാഗ്യശാലിയാണ് എന്നത് അറിഞ്ഞത്. ഏതായാലും ശരത്തിനും കുടുംബത്തിനും ആശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.